ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ യൂട്യൂബേഴ്സ്, ക്രിയേറ്റേഴ്സ്, അതായത് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു അഫിലിയേറ്റഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയ, യൂട്യൂബ് വഴി എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വിഷ്ലിങ്ക് എന്ന് പറയുമ്പോൾ. വിഷ്ലിങ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ, വിഷ്ലിങ്ക് എന്ന് പറയുന്ന ഒരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആപ്പാണ്. ഇതുവഴി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലിങ്ക് സെൻഡ് ആവുന്നത്. അതിന് മെയിനായിട്ട് ക്രിയേറ്റേഴ്സ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് വിഷ്ലിങ്ക് എന്ന് പറയുമ്പോൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പം എങ്ങനെ നമുക്കൊരു വിഷ്ലിങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ലിങ്ക് ക്രിയേറ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് ക്രിയേറ്റർ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, വിഷ്ലിങ്ക് അല്ല. വിഷ്ലിങ്ക് ക്രിയേറ്റർ ആപ്പ് ഉണ്ട്, അതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആ ആപ്പുമായിട്ട് കണക്ട് ചെയ്യുക. കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. കാരണം അവർ പേയ്മെൻറ്റ് ബാങ്ക് ത്രൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്ത് എല്ലാം കണക്ട് ചെയ്യുക. എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും വിഷ്ലിങ്കിൽ. ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. ആ ക്രിയേറ്റ് കൊടുത്തിട്ട് അതിൽ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് വരും, നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോസും വരും. അത് ക്ലിക്ക് ചെയ്ത് മുകളിൽ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോലെ ഉണ്ട്, അതിൽ നമ്മൾ എന്താണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതുക. എന്നിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ജനറേറ്റ് ലിങ്ക് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലിങ്ക് ജനറേറ്റ് ആവും. വേറൊരാൾ വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുവാണ്, ലിങ്ക് വേണം എന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ ലിങ്ക് ഓട്ടോമാറ്റിക്കലി വിഷ്ലിങ്ക് വഴി പോവും. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് പോവില്ല, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കേണ്ടി വരും. വിഷ്ലിങ്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ വിഷ്ലിങ്ക് വഴി അല്ല നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളതെങ്കിലും നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതിൽ നിന്ന് ആപ്സിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത ലിങ്ക് വരെ നമുക്ക് വിഷ്ലിങ്ക് ത്രൂ നമുക്ക് ഓരോരുത്തർക്ക് ലിങ്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വിഷ്ലിങ്കിൽ വേറെ ഉള്ള ആപ്സിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ലിങ്ക് കൊടുക്കാമെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 200, 300, 400 രൂപ അങ്ങനെയൊന്നുമല്ല കമ്മീഷൻ കിട്ടുക. ഒരു പ്രോഡക്റ്റ് ഒരാൾ വാങ്ങിക്കുവാണെങ്കിൽ ഒരു പൈസ ആയിരിക്കും, 50 പൈസ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കമ്മീഷൻ വരിക. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുമ്പോഴായിരിക്കും 1 രൂപ 2 രൂപയൊക്കെ ആവുക. അത് കഴിഞ്ഞിട്ട് ഈ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം ഒരു ലിങ്ക് പോകുമ്പോൾ ചിലവർ റിട്ടേൺ ചെയ്യും, ചിലവർ എടുക്കും. അതൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്രാൻഡ് ആ പേയ്മെൻറ്റ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ സമ്മതിക്കുക. പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു പേടിയാണ് വിഷ്ലിങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വരുമെന്ന്. ഒരു ഇഷ്യൂ വരില്ല. കാരണം ഇത്രയും നാളായിട്ടും എനിക്കൊരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഏതാണ്ട് 1 ഇയർ എബോ ആയിട്ട് ഞാൻ വിഷ്ലിങ്ക് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്യൂവും വിഷ്ലിങ്ക് വഴി വരില്ല. വിഷ്ലിങ്ക് വഴി കറക്റ്റായിട്ട് എല്ലാ മന്തും 10th നമുക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും. പിന്നെ ബ്രാൻഡഡ് കോണ്ടൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് കൊളാബറേഷൻസ് വരുവാണെങ്കിൽ അല്ലാതെ അവർ പറയുന്ന ഡേറ്റിന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. കമ്മീഷൻ കിട്ടുന്ന ഓരോ ബ്രാൻഡിനും ഓരോ ഇതാണ്. ഈ മീഷോയ്ക്കൊക്കെ ആണെങ്കിൽ 20% കമ്മീഷനുണ്ട്, ഫ്ലിപ്കാർട്ടിന് 10%, ആമസോണിന് 10 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ ബ്രാൻഡിനും അനുസരിച്ച് നമുക്ക് കമ്മീഷൻ കിട്ടും നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതനുസരിച്ച്. വിഷ്ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഏത് ക്രിയേറ്റർ ആപ്പ് യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ചെയ്യുന്ന കാര്യത്തിൽ. എങ്കിൽ മാത്രമേ അത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരത്തുള്ളൂ. കാരണം നമ്മൾ കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. പെട്ടെന്നൊരു നിമിഷത്തിലെല്ലാം അങ്ങ് ഓക്കെ ആയിട്ട് വരത്തില്ല. എന്തെങ്കിലും ഒരു നീഷ് ഫോളോ ചെയ്യുക. ഫാഷൻ ആണെങ്കിൽ അത്, ബ്യൂട്ടി ആണെങ്കിൽ അത്, അല്ല സ്കിൻ കെയർ ആണെങ്കിൽ അത്, അങ്ങനെ ഫോളോ ചെയ്തിട്ട് കോണ്ടൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഒരു രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വിഷ്ലിങ്ക് വഴിയാണ്. പക്ഷേ വിഷ്ലിങ്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫോളോവേഴ്സ് ക്രൈറ്റീരിയ ഉണ്ട് വിഷ്ലിങ്ക് കണക്ട് ചെയ്യാനായിട്ട്. യൂട്യൂബിലാണെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 1500 ആണെന്ന് തോന്നുന്നു. എനിക്കൊരു ഡൗട്ടാണ്, ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുത്തേക്കാം. 1500 ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമാണ് വിഷ്ലിങ്ക് കണക്ട് ചെയ്യാൻ പറ്റുക. എനിക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു ആപ്പാണ് വിഷ്ലിങ്ക് എന്ന് പറയുമ്പോൾ. വിഷ്ലിങ്ക് അഫിലിയേറ്റഡ് ലിങ്ക് കൊടുക്കാൻ മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്ന, ഒരുപാട് യൂസ് ഇനിയും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. പോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വിഷ്ലിങ്ങിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.